ഹായ്, നമ്മളിന്ന് S1 മാത്സിലെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന മൊഡ്യൂളിൽ മാക്സിമ മിനിമ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമിനേഷന് മാക്സിമ മിനിമ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എസ് എ ക്വസ്റ്റ്യൻ അതിനകത്തുനിന്ന് ഷുവറായിട്ടും കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് മാക്സിമ മിനിമ, നമ്മൾ റിലേറ്റീവ് മാക്സിമ മിനിമ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ആദ്യം നോക്കാം. പ്രൊസീജിയറും എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മാക്സിമം മിനിമ കണ്ടുപിടിക്കേണ്ടത്, എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, പിന്നെ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മാക്സിമം മിനിമ ഓഫ് ടു ഫംഗ്ഷൻസ് ആണ്, ടു വേരിയബിൾസ് ഓഫ് എ ഫംഗ്ഷൻ ആണ്. അപ്പോൾ എക്സ് വൈ എന്ന രണ്ട് വേരിയബിൾസ് വരുന്ന ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമയാണ്. ഇസഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നൊരു ഫംഗ്ഷൻ നമ്മുടെ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വൈ ഇസ് എ ഫംഗ്ഷൻ ഇൻ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം നമുക്കിതിൻ്റെ 5 ഡെറിവേറ്റീവ്സും ആവശ്യമാണ്. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ ഡെറിവേറ്റീവ്സ്, ഫസ്റ്റ് ടു ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആൻഡ് ദ 3 സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് എന്തൊക്കെയാണ്? എഫ് എക്സ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദെൻ എഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ, എഫ് എക്സ് എക്സ്. അപ്പോൾ രണ്ട് ഫസ്റ്റ് ഓർഡറും കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഓർഡറാണ് എഫ് എക്സ് എക്സ്, എഫ് എക്സ് വൈ ആൻഡ് എഫ് വൈ വൈ. ഇത്രയാണ് 5 ഡെറിവേറ്റീവ്സ്. അപ്പോൾ നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ പി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ല, സോറി, എഫ് എക്സ്, ക്യൂ ഈസ് ഈക്വൽ ടു എഫ് വൈ, ആർ ഈസ് ഈക്വൽ ടു എഫ് എക്സ് എക്സ്, എസ് ഈക്വൽ ടു എഫ് എക്സ് വൈ ആൻഡ് ടി ഈസ് ഈക്വൽ ടു എഫ് വൈ വൈ. ഓൾ സ്മോൾ ലെറ്റേഴ്സ്, ഇതെല്ലാം സ്മോൾ ലെറ്റേഴ്സാണ്. പി ക്യു ആർ എസ് ടി നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന് രണ്ടിനെയും സീറോക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വി ഹാവ് ടു ഇക്വേറ്റ് പി ഈസ് ഈക്വൽ ടു 0 ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു 0. പിയും ക്യൂവും സീറോക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടുന്നു. വി ഹാവ് ടു സോൾവ് ദീസ് ഇക്വേഷൻസ് ആൻഡ് വി ഗെറ്റ് സം പോയിൻറ്റ്സ്. അല്ലേ, നമ്മൾ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. അത് ചിലപ്പോൾ ഒരെണ്ണം ആയിരിക്കാം, ചിലപ്പോൾ 2 ആവാം, 3 ആകാം, 4 ആകാം, ഡിപ്പെൻഡ്സ് ഓൺ ദിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ പോയിൻറ്റ്സ് എ ബി സി ഡി ഇ എഫ് എക്സെട്ര, ഇങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. ഈ പോയിൻറ്റ്സിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഓർ സ്റ്റേഷനറി പോയിൻറ്റ്സ്. ഓക്കെ, ഈ പോയിൻറ്റ്സിന് പറയുന്ന പേര്. ഇനി നമ്മൾ എന്താ ചെയ്യുക? നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ്, നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്യുന്നു, ആർ ടി മൈനസ് എസ് സ്ക്വയർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഡി എന്നാണ്. ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു ആർ ടി മൈനസ് എസ് സ്ക്വയർ. ഇത് നമ്മൾ ഓരോ പോയിൻറ്റിനും ആർ ടി മൈനസ് എസ് സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ ഫോർ എ ബി എന്ന പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ആർ ടി മൈനസ് എസ് സ്ക്വയർ എ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് ലെസ് ദാൻ 0 വന്നാൽ, ആർ ടി മൈനസ് എസ് സ്ക്വയർ ലെസ് ദാൻ 0 വന്നാൽ ദിസ് പോയിന്റ് ഈസ് സെഡ് ടു ബി എ സാഡിൽ പോയിന്റ്. ആ പോയിന്റിന് പറയുന്ന പേര് സാഡിൽ പോയിന്റ് എന്നാണ് പറയുന്നത്. ആ പോയിന്റിൽ ഫംഗ്ഷന് റിലേറ്റീവ് മാക്സിമ അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമ ഇല്ല, നെയ്തർ മാക്സിമ ഓർ മിനിമ അറ്റ് ദാറ്റ് പോയിന്റ്. അങ്ങനെയുള്ള പോയിന്റിനെയാണ് സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ സാഡിൽ പോയിന്റ് എന്ന ഡെഫിനിഷൻ ചോദിച്ചാൽ ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഫംഗ്ഷൻ വിൽ നെയ്തർ ഹാവ് മാക്സിമ ഓർ മിനിമ ഈസ് കോൾഡ് എ സാഡിൽ പോയിന്റ്. ഓക്കെ, അപ്പോൾ അതാണ് സാഡിൽ പോയിന്റ്. ഇനി ആർ ടി മൈനസ് എസ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 വന്നാൽ, ഇഫ് ഡി ഈസ് ഗ്രേറ്റർ ദാൻ 0, ആർ ടി മൈനസ് എസ് സ്ക്വയർ നമ്മൾ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 വന്നാൽ, എ ബി എന്ന പോയിന്റിൽ നമുക്ക് ആർ ടി മൈനസ് എസ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 വന്നാൽ നമുക്ക് അവിടെ കൺക്ലൂഷൻ അവിടെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാം, ഫംഗ്ഷന് മാക്സിമ ഓർ മിനിമ ഉണ്ട്. ആ ഒരു പോയിന്റിൽ റിലേറ്റീവ് മാക്സിമം അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമം ആ ഒരു പോയിന്റിൽ നമുക്ക് ഉണ്ടെന്ന് പറയാം. പക്ഷേ ഏതാണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആറിലോട്ട് പോകണം. ആ പോയിന്റ് എ ബി എന്ന പോയിന്റ് നമ്മൾ ആറിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ ലെസ് ദാൻ 0 വന്നാൽ, ആർ ഈസ് ലെസ് ദാൻ 0 അറ്റ് ദ പോയിന്റ് എ ബി, ദെൻ ദ ഫംഗ്ഷൻ വിൽ ഹാവ് മാക്സിമം വാല്യൂ. ഫംഗ്ഷൻ വിൽ ഹാവ് റിലേറ്റീവ് മാക്സിമം അറ്റ് ദാറ്റ് പോയിന്റ്. ആ പോയിന്റിൽ ഏത് പോയിന്റിലാണോ നമുക്ക് ആർ ലെസ് ദാൻ 0 കിട്ടിയത്, ആ പോയിന്റിലെ ഫംഗ്ഷന് മാക്സിമം വാല്യൂ ആണ്, റിലേറ്റീവ് മാക്സിമം ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫംഗ്ഷനിലോട്ട് ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിലേറ്റീവ് മാക്സിമം കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി ഡി ഈസ് ഗ്രേറ്റർ ദാൻ 0, ഡി ഗ്രേറ്റർ ദാൻ 0 ആണ്. ആർ ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0.
പോയിന്റ് ആറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആറും ഗ്രേറ്റർ ദാൻ 0 വന്നാൽ എന്തായിരിക്കും? ഫംഗ്ഷൻ വിൽ ഹാവ് മിനിമം വാല്യൂ ഓർ റിലേറ്റീവ് മിനിമം അറ്റ് ദാറ്റ് പോയിന്റ്, അറ്റ് ദ പോയിന്റ് എ ബി. നമ്മൾ ഏത് പോയിന്റിലാണ്, നമ്മൾ ആ പോയിന്റ് നോക്കി വേണം പറയാനായിട്ട്. ഏത് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണോ നമുക്ക് ഡി ഗ്രേറ്റർ ദാൻ 0യും ആ ഗ്രേറ്റർ ദാൻ 0യും കിട്ടുന്നത്, ആ പോയിന്റാണ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ. ഫംഗ്ഷന് ആ പോയിന്റിൽ മാക്സിമം വാല്യൂ കിട്ടും. ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഫംഗ്ഷന് മാക്സിമം വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് കേസും ഡി ഗ്രേറ്റർ ദാൻ 0യും പറഞ്ഞു, ഡി ലെസ് ദാൻ 0യും പറഞ്ഞു. രണ്ട് കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആർ ടി മൈനസ് എസ് സ്ക്വയർ ലെസ് ദാൻ 0യും ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ലെസ് ദാൻ 0 വന്നാൽ എന്തായിരിക്കും? ഫംഗ്ഷന് മാക്സിമം മിനിമ ഇല്ല. ഗ്രേറ്റർ ദാൻ 0 വന്നാൽ ഫംഗ്ഷന് മാക്സിമം ഓർ മിനിമ ഉണ്ട്. അത് നമ്മൾ 6 വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഇനി ഇത് രണ്ടുമല്ലാതെ വേറൊരു കേസും കൂടെ വരാം. ഏതാണ്? ഡി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ലെസ് ദാൻ 0യും ഗ്രേറ്റർ ദാൻ 0യും അല്ലെങ്കിൽ പിന്നെ ഈക്വൽ ടു 0 എന്നുള്ളൊരു കേസുണ്ട്. ആ കേസ് വന്നാൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് മാക്സിമം മിനിമ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അതിന് നമ്മൾ വേറെ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ നമുക്ക് ഈ രണ്ട് കേസസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മാക്സിമം മിനിമ കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ. റിലേറ്റീവ് മാക്സിമ അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമ കാണാനുള്ള പ്രൊസീജിയർ ഇതാണ്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: locate all the relative extrema and saddle points of f of xy equal to 3x square minus 2xy plus y square minus 8y. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ? ലൊക്കേറ്റ് ഓൾ ദി റിലേറ്റീവ് എക്സ്ട്രീമ. റിലേറ്റീവ് എക്സ്ട്രീമ, എക്സ്ട്രീമ മീൻസ് മാക്സിമ ഓർ മിനിമ, രണ്ടിനെയും നമ്മൾ എക്സ്ട്രീമ എന്നാണ് പറയുന്നത്. അപ്പോൾ റിലേറ്റീവ് എക്സ്ട്രീമ എന്ന് പറയുമ്പോൾ എയ്തർ റിലേറ്റീവ് മാക്സിമ ഓർ റിലേറ്റീവ് മിനിമ, ഇതിലേതെങ്കിലും ആയിരിക്കാം. സാഡിൽ പോയിൻറ്റ്സും എന്താണെന്ന് പറയണം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് ഒക്കെ അറിയാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്താ നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 3x സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8y. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് പി ക്യു ആർ എസ് ടി. വാട്ട് ഈസ് പി? പി ഈസ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദാറ്റ് ഈസ് എഫ് എക്സ്. എഫ് എക്സ് ആണ് പി. നമുക്ക് എഫ് എക്സ് എന്ന് എഴുതണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഫ് എക്സ് എഴുതി. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ദിസ് ഈസ് 6x അല്ലേ, 6x മൈനസ് 2y, അത്രയേ ഉള്ളൂ. ഇവിടെ രണ്ടും എക്സ് ഇല്ല, സോ ഇവിടെ കഴിഞ്ഞു. ഇനി ക്യൂ ഈസ് ഈക്വൽ ടു, ഇവിടെ വൈ ഇല്ല, വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. ക്യൂ എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. സോ ദിസ് ഈസ് മൈനസ് 2x പ്ലസ് 2y മൈനസ് 8. ഇവിടെ 3 ആണ് വൈ ഉള്ളത്, അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതി. നൗ ആർ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ആർ? ആർ ഈസ് എഫ് എക്സ് എക്സ്, ഡിഫറൻഷ്യേറ്റിംഗ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് അഗെയിൻ. അപ്പോൾ ഇത് നമ്മൾ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ തന്നെ നമ്മൾ ഒരു തവണയും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ വി ഗെറ്റ് 6. ആർ ഈസ് ഈക്വൽ ടു 6. നൗ എസ് എന്താ? ഡിഫറൻഷ്യേറ്റിംഗ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ. ഏതിനെയാണ്? എഫ് എക്സിനെ, എഫ് എക്സ് വൈ അല്ലെങ്കിൽ എഫ് വൈ എക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പി എ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വൈ ഓർ ഡിഫറൻഷ്യേറ്റിംഗ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമുക്ക് പി എ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ എന്ത് വരും? -2. സോ എസ് ഈസ് ഈക്വൽ ടു -2. ഇനി ലാസ്റ്റ് വൺ ടി. വാട്ട് ഈസ് ടി? ടി ഈസ് ഈക്വൽ ടു എഫ് വൈ വൈ. സോ ക്യൂവിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ എന്താ കിട്ടുക? ഇത് 0 ആയി പോവും, ഇതും 0 ആയി പോവും. വി ഗെറ്റ് 2 ഓൺലി. സോ ടി ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് 5 ഡെറിവേറ്റീവ്സും കിട്ടി. നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ള ഏതാണ്? ഇക്വേറ്റിംഗ് പി ഈസ് ഈക്വൽ ടു 0 ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു 0. നൗ പി ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്താ? പി 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ 6x മൈനസ് 2y ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ക്യൂവിന് നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. ക്യൂ ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് -2x പ്ലസ് 2y മൈനസ് 2x പ്ലസ് 2y മൈനസ് 8 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്യണം. ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നമുക്കറിയാം. എലിമിനേറ്റിംഗ് മെത്തേഡിൽ നമുക്ക് ചെയ്യാം, എലിമിനേഷൻ മെത്തേഡ് നമുക്കറിയാം. സോ ഒരു തവണയും കൂടി ഞാൻ എഴുതുകയാണ്. 6x മൈനസ് 2y ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഇത് എഴുതുകയാണ് -2x പ്ലസ് 2y ഈസ് ഈക്വൽ ടു 8. ഈക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ നന്നായിട്ട് അറിയാം. നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു വേരിയബിൾ നമ്മൾ കളയുന്നു, എലിമിനേഷൻ മെത്തേഡാണ്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ വൈയുടെ ടേം അങ്ങ് പോവും. സോ ആഡിങ് ദീസ് ടു വി ഗെറ്റ് 6x മൈനസ് 2x ദാറ്റ് ഈസ് 4x
ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 ആയി പോവും. ദിസ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് 8 ഈസ് 8. സോ വി ഗെറ്റ് എക്സ് ഈക്വൽ ടു 2. എക്സ് 2 കിട്ടി. എക്സ് നമുക്ക് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6 ഇൻറ്റു 2 12 മൈനസ് 2y ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദെർഫോർ എക്സിനൂടെ വാല്യൂ കൊടുക്കുന്നു. 12 മൈനസ് 2y ഈസ് ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് 2y ഈസ് ഈക്വൽ ടു 12 ആൻഡ് വി ഗെറ്റ് y ഈസ് ഈക്വൽ ടു 6. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 എന്നും y ഈസ് ഈക്വൽ ടു 6 എന്നും കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഷനറി പോയിന്റ് ഓർ ക്രിട്ടിക്കൽ പോയിന്റ്. ഒറ്റ സ്റ്റേഷനറി പോയിന്റേ ഉള്ളൂ ഈ പ്രോബ്ലത്തിന്. കാരണം നമ്മൾ 2 പിയും ക്യൂ നമ്മൾ സോൾവ് ചെയ്തു. അപ്പോൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഇനി ചെയ്യാനൊന്നുമില്ല, വേറൊന്നും ബാക്കിയില്ല. നമുക്ക് എക്സും വൈയും കിട്ടിക്കഴിഞ്ഞു. 2 ഇക്വേഷൻസ്, 2 സിമ്പിൾ ഇക്വേഷൻസ് ആണ് കിട്ടിയത്. അതിനകത്ത് നിന്ന് ചെയ്തെടുക്കാൻ നമുക്ക് ഈ ഒറ്റ ഒരു സൊല്യൂഷനേ ഉള്ളൂ. എക്സ് ഈക്വൽ ടു 2 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 6. So here for this problem there is only one critical point, that is point 26. അപ്പോൾ അത് എഴുതാം നമുക്ക്. Therefore 26 is the critical point. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക? ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഡി എന്ന് പറയുന്നത് ആർ ടി മൈനസ് എസ് സ്ക്വയർ കണ്ടുപിടിക്കുന്നു. അതിനകത്തോട്ട് നമ്മൾ ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നൗ ഡി ഇസ് ഈക്വൽ ടു ഡി എന്ന് പറയുന്നത് എന്താ? ആർ ടി മൈനസ് എസ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ആർ ടി മൈനസ് എസ് സ്ക്വയർ ആർ ഇൻറ്റു ടി 12 മൈനസ് എസ് സ്ക്വയർ. എസ് ഈസ് മൈനസ് 2, അതിൻ്റെ സ്ക്വയർ 4 ആണ്. സോ 12 മൈനസ് 4 ദിസ് ഈസ് ഈക്വൽ ടു 8. അപ്പോൾ നമുക്ക് ആർ ടി മൈനസ് എസ് സ്ക്വയർ കിട്ടി. ഈ പ്രോബ്ലത്തിനകത്ത് ആർ ടി മൈനസ് എസ് സ്ക്വയർ ചെയ്യുമ്പോൾ വേരിയബിൾസ് ഒന്നും വരുന്നില്ല, ഒൺലി വി ഗെറ്റ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ചില പ്രോബ്ലത്തിൽ, ബാക്കി മിക്കവാറും പ്രോബ്ലത്തിലൊക്കെ എക്സും വൈയും ഒക്കെ ഇതിൻ്റെ കൂടെ വരും. അപ്പോൾ എക്സും വൈയും ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ പോയിന്റ് അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഇത് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 8 വന്നു, നമുക്ക് അറിയാം സിംപ്ലി ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അതിനകത്ത് എക്സും വൈയും ഒന്നുമില്ല. 8 ഈസ് എ വാല്യൂ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ ഡി ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. അപ്പോൾ ഡി ഗ്രേറ്റർ ദാൻ 0 വന്നാൽ നമുക്ക് എന്തറിയാം? ഫംഗ്ഷന് റിലേറ്റീവ് മാക്സിമ അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമ ഉണ്ട് എന്നുള്ള കൺക്ലൂഷനിലെത്തി. പക്ഷേ ഇനി അത് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ആറിലോട്ട് പോവുക. ആറിലോട്ട് പോകുമ്പോൾ ആറിൽ ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 6 എന്ന പോയിന്റ് നമ്മൾ ആറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പക്ഷേ ആർ എന്താണ്? ആർ ഈക്വൽ ടു 6 ആണ്. അവിടെ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓൾസോ നമുക്ക് എഴുതാം ആർ ഈസ് ഈക്വൽ ടു 6 വിച്ച് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. ആറും ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ആർ ടി മൈനസ് എസ് സ്ക്വയർ ദറ്റ് ഈസ് ഡി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ആർ ഗ്രേറ്റർ ദാൻ 0. രണ്ടും ഗ്രേറ്റർ ആണെങ്കിൽ എന്താ നമുക്ക് ലാസ്റ്റ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? ആറും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ വിൽ ഹാവ് റിലേറ്റീവ് മിനിമയാണ്. ആർ ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ നമുക്ക് റിലേറ്റീവ് മിനിമയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറയാം therefore the function will have relative minima at the point 26 എന്ന പോയിന്റിൽ റിലേറ്റീവ് മിനിമ ഉണ്ട് എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാം. ഇനി മിനിമം വാല്യൂ കാണാൻ പറഞ്ഞാൽ 26 എന്ന പോയിന്റ് നമ്മൾ ഈ ഫംഗ്ഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സിന് 2ഉം വൈക്ക് 6ഉം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് ആ മിനിമം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബ്ലം ചെയ്യുന്ന രീതി. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒറ്റ പോയിന്റേ വരുന്നുള്ളൂ. അപ്പോൾ ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് വരുന്നൊരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ലൊക്കേറ്റ് ഓൾ ദ റിലേറ്റീവ് എക്സ്ട്രീമ ആൻഡ് സാഡിൽ പോയിന്റ്സ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 4xy മൈനസ് എക്സ് റൈസ് ടു 4 മൈനസ് വൈ റൈസ് ടു 4. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. കഴിഞ്ഞ പോലെ ഓൾ ദ റിലേറ്റീവ് എക്സ്ട്രീമ ആൻഡ് സാഡിൽ പോയിന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഗിവൺ ഫംഗ്ഷൻ ഈസ് f of xy is equal to 4xy minus x raised to 4 minus y raised to 4. അപ്പോൾ p എന്താ? p is equal to 4y minus 4x cube. q is equal to 4x minus 4y cube. Okay, r is equal to fxx. So differentiating this with respect to x, we get minus 12 x square. s എന്ന് പറയുന്നത് ഇത് എഫ് എക്സ് വൈ ആണ്. ഇതിനെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാം. സോ വി ഗെറ്റ് 4 ആൻഡ് ടി ഈസ് ഈക്വൽ ടു എഫ് വൈ വൈ. അപ്പോൾ വൈക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു വൈ. സോ വി ഗെറ്റ് minus 12 y സ്ക്വയർ.
5 ഡെറിവേറ്റീവ്സും കിട്ടിക്കഴിഞ്ഞു. ഇവിടെ തന്നെ ഞാൻ ആർ ടി മൈനസ് എ സ്ക്വയർ ദാറ്റ് ഈസ് ഡിയും കൂടെ ഞാനിവിടെ കണ്ടുപിടിച്ച് വെക്കുകയാണ്. ഡി എന്താണെന്ന് നോക്കാം. ഡി ഈസ് ഈക്വൽ ടു ആർ ടി മൈനസ് എ സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു ആർ ആൻഡ് ടി. ആർ ഈസ് മൈനസ് 12x സ്ക്വയർ, ടി ഈസ് മൈനസ് 12y സ്ക്വയർ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 12 × 12 ഈസ് 144. പോസിറ്റീവ് ആകും 144. ദിസ് ഈസ് ഈക്വൽ ടു 144x സ്ക്വയർ y സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എ സ്ക്വയർ ഈസ് 16. അതും കൂടെ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുക? നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വി ഹാവ് ടു ഇക്വേറ്റ് p ഈസ് ഈക്വൽ ടു 0 ആൻഡ് q ഈസ് ഈക്വൽ ടു 0. നൗ p ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് p 0ക്ക് ഇക്വേറ്റ് ചെയ്യാണ് 4y മൈനസ് 4x³ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ദിസ് ഇസ് വിച്ച് ഇംപ്ലൈസ് 4y ഈസ് ഈക്വൽ ടു 4x³ എന്ന് നമുക്ക് എഴുതാം. 4 ക്യാൻസൽ ചെയ്യാം. therefore y ഈസ് ഈക്വൽ ടു x³ എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. y ഈസ് ഈക്വൽ ടു x³. ഇനി എന്താ? q ഈസ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുന്നു. q ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്താ? 4x മൈനസ് 4y³ ഈസ് ഈക്വൽ ടു 0. 4x മൈനസ് 4y³ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ 4 നമുക്ക് ക്യാൻസലാക്കാം. x ഈക്വൽ ടു y³ എന്ന് എഴുതാം. സോ x ഈക്വൽ ടു y³ ഇക്വേഷൻ നമ്പർ 2. സോ വി ഗെറ്റ് 2 ഇക്വേഷൻസ് അല്ലേ? y ഈസ് ഈക്വൽ ടു x³ x ഈക്വൽ ടു y³. പിയും ക്യൂവും സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിൻറ്റ്സ് ആണ് സാഡിൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു. സാഡിൽ പോയിൻറ്റ്സ് അല്ല, ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ പിയും ക്യൂവും സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഈ സൊല്യൂഷനിലോട്ട് എത്തിയില്ല നമ്മൾ. 2 ഇക്വേഷൻസ് വീണ്ടും നമുക്ക് കിട്ടി. y ഈസ് ഈക്വൽ ടു x³ x ഈക്വൽ ടു y³. ഈ 2 ഇക്വേഷൻസും സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ കിട്ടുക? ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1ഉം 2ഉം സോൾവ് ചെയ്യാം. അത് സോൾവ് ചെയ്യാൻ നമുക്കറിയാലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ? yക്ക് പകരം x³ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എക്സിന് പകരം y³ x ഈക്വൽ ടു y³ ഈ y³ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിലേതെങ്കിലും ഒരെണ്ണം ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു? നമ്മൾ എക്സിന് പകരം അല്ലെങ്കിൽ yക്ക് പകരം yക്ക് x³ എന്നുള്ളത് ഇതിനകത്ത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. x നമ്മൾ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് yയിലോട്ട് പോവാം. അപ്പോൾ ഇക്വേഷൻ 1 2ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നോക്കാം. ഫ്രം 1 and 2 ഇക്വേഷൻ 1ഉം 2ഉം നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 1ൽ നിന്നും y ഈസ് ഈക്വൽ ടു x³ അതിവിടെ കൊടുക്കുന്നു. yക്ക് പകരം നമ്മൾ x³ കൊടുക്കുമ്പോൾ x ഈക്വൽ ടു x³ ദ ഹോൾ ക്യൂബ് എന്ന് വരും ആണല്ലോ. ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു x റൈസ് ടു 9. ഇവിടെ നമ്മളൊരു എക്സ് ക്യാൻസൽ ചെയ്ത് കളയരുത്. എക്സ് റൈസ് ടു 9നെയും കൂടെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഈക്വൽ ടു 0 കൊടുത്ത് വേണം സോൾവ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വിച്ച് ഇംപ്ലൈസ് എക്സ് റൈസ് ടു 9 മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. 1 x ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു 4 മൈനസ് 1 എക്സ് റൈസ് ടു 8 മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ എയ്തർ എക്സ് ഈക്വൽ ടു 0 ഓർ എക്സ് റൈസ് ടു 8 മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് വരും? എക്സ് ഈക്വൽ ടു 0 ഓർ എക്സ് റൈസ് ടു 8 മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 0 കിട്ടി. എക്സ് റൈസ് ടു 8 ഈസ് ഈക്വൽ ടു 1. എക്സ് റൈസ് ടു 8 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം? എക്സ് റൈസ് ടു 8 ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എക്സ് റൈസ് ടു 8 ഈസ് ഈക്വൽ ടു 1 തന്നെ വരുന്നു അല്ലേ? എക്സ് +1 ആയാലും എക്സ് -1 ആയാലും ദാറ്റ് ഈസ് എക്സ് റൈസ് ടു 8 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. x² ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ -1. പ്ലസ് വന്നാലും മൈനസ് വന്നാലും അത് പോസിറ്റീവ് ആകും, ബിക്കോസ് ഇത് ഈവൻ വാല്യൂ ആണ്. അതുപോലെ എക്സ് റൈസ് ടു 8 ഈക്വൽ ടു 1 വരുന്നത് കൊണ്ട് 8 ഈവൻ ആയതുകൊണ്ട് എക്സിന് പോസിറ്റീവ് 1ഉം വരാം, നെഗറ്റീവ് 1ഉം വരാം. സോ എക്സിന് 2 വാല്യൂസ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ -1 ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ നമുക്ക് 3 വാല്യൂസ് കിട്ടി. എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു -1. അപ്പോൾ ഈ 3 വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ y വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ അത് നോക്കാം. നമുക്ക് y വാല്യൂസ് നോക്കാം. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 0, എക്സിന് 0 വന്നാൽ വെൻ എക്സ് ഈക്വൽ ടു 0 എക്സ് 0 ഇവിടെ കൊടുക്കാം നമുക്ക്. എക്സിന് 0 കൊടുക്കുമ്പോൾ y ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. y ഈസ് ഈക്വൽ ടു 0. വെൻ എക്സ് ഈക്വൽ ടു +1, എക്സിന് +1 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? എക്സിന് +1 കൊടുക്കുമ്പോൾ 1³ ദാറ്റ് ഈസ് 1. y ഈസ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു -1, എക്സിന് -1 കൊടുക്കുമ്പോൾ -1 ദ ഹോൾ ക്യൂബ് ദാറ്റ് ഈസ് ഓൾസോ -1. സോ y ഈസ് ഈക്വൽ ടു -1. ഓക്കെ, അപ്പോൾ എക്സ് ഇപ്പോൾ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? സാഡിൽ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? 0 0 1 1 ആൻഡ് -1 -1.
ഇത് മൂന്നുമാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം കണ്ടില്ലേ, കഴിഞ്ഞ പ്രോബ്ലത്തിന് ഒറ്റ പോയിന്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് 3 ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ് കിട്ടിയത്, 0 0 1 1 ആൻഡ് -1 -1. അപ്പോൾ നമുക്കിത് ഓരോ പോയിന്റ്സിലെയും ഡി കണ്ടുപിടിക്കണം. RT - S² കണ്ടുപിടിച്ച് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓരോ പോയിന്റിലെയും ഡി എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് 0 0. അപ്പോൾ അറ്റ് 0 0 0 0 എന്ന പോയിന്റ് നോക്കാം. 0 0യിൽ ഡി എന്താണെന്ന് നോക്കാം. ഡി ഈസ് ഈക്വൽ ടു 144 ഇൻറ്റു എക്സിനും വൈക്കും 0 കൊടുക്കുമ്പോൾ ദിസ് ടേം ബിക്കം 0 ആൻഡ് വി ഗെറ്റ് -16. -16 ഈസ് ഓൾവേസ് ലെസ് ദാൻ 0. അപ്പോൾ നമുക്കിനി വേറൊന്നും പറയാനില്ല. ഡി ലെസ് ദാൻ 0 ആണെങ്കിൽ ഈ പോയിന്റ് എന്താ പോയിന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. 1 1 എന്ന പോയിന്റ് നോക്കാം. അറ്റ് ദ പോയിന്റ് 1 1 1 1 എന്ന പോയിന്റിൽ ഡി എന്താണെന്ന് നോക്കാം. ഡി ഈസ് ഈക്വൽ ടു എക്സിനും വൈക്കും 1 1 കൊടുക്കുമ്പോൾ 144 -16. 144 -16 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക നമുക്ക് 8. 14 - 6 ഈസ് ഈക്വൽ ടു 8 ആൻഡ് 13 - 1 ഈസ് ഈക്വൽ ടു 12. ദാറ്റ് ഈസ് 128. D is equal to 128 which is greater than 0. 128 കിട്ടി, ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇനി ആറിലോട്ട് പോകണം. ഇതാ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. R is equal to -12x² ആണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ എക്സിന് പോയിന്റ് കൊടുക്കണം. ഓൾസോ R is equal to എന്താ -12 ഇൻറ്റു x². വാട്ട് ഈസ് x? x ഈക്വൽ ടു 1. അപ്പോൾ -12 മാത്രമാണ് വരുന്നത്. -12 ഈസ് ലെസ് ദാൻ 0. അപ്പോൾ RT - S² greater than 0 and R less than 0 കിട്ടി. therefore the function will have maximum value at the point 1 1 എന്നാണ് കിട്ടിയത്. ഓക്കെ, therefore the function at 1 1 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ will have relative maxima. ഓക്കെ, ഇനി നമുക്ക് ഏതാ നോക്കേണ്ടത്? -1 -1 എന്ന പോയിന്റ് കൂടെ നോക്കാം. അറ്റ് -1 -1 ഡി ഈസ് ഈക്വൽ ടു -1 -1 കൊടുക്കുമ്പോൾ -1 the whole square -1 the whole square രണ്ടും പോസിറ്റീവ് ആകും. സോ 144 തന്നെയാണ് അവിടെയും. -16 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 128 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. കഴിഞ്ഞ ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഗ്രേറ്റർ ദാൻ 0 വന്നു. therefore മാക്സിമോ മിനിമോ ഏതോ ഒരെണ്ണം ഉണ്ടെന്ന് മനസ്സിലായി. ഇനി R നോക്കാം. R ഈസ് ഈക്വൽ ടു എക്സിന് -1 കൊടുക്കുന്നു. നമ്മൾ എക്സിന് -1 കൊടുക്കുമ്പോൾ -1 the whole square that is 1. again we get -12. so -12 തന്നെയാണ് which is less than 0. R is equal to -12 which is less than 0. അപ്പോൾ less than 0 കിട്ടി. RT - S² greater than 0 and R less than 0. അപ്പോൾ കഴിഞ്ഞത് പറഞ്ഞതുപോലെ അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ലെസ് ദാൻ ആയതുകൊണ്ട് മാക്സിമം വാല്യൂ ആണ്. therefore at -1 -1 the function will have maximum value. അപ്പോൾ 1 1 എന്ന പോയിന്റിലും -1 -1 എന്ന പോയിന്റിലും ഫംഗ്ഷന് മാക്സിമം വാല്യൂ ആണെന്നാണ് കിട്ടിയത്. ഒരു പോയിന്റ് 0 0 എന്നുള്ള പോയിന്റ് മാത്രം സാഡിൽ പോയിന്റ്. അപ്പോൾ ഇതാണ് മാക്സിമ മിനിമ ചെയ്യേണ്ട രീതി. ഇതുപോലെ ബാക്കി പ്രോബ്ലംസും ചെയ്ത് നോക്കുക. എല്ലാ പ്രോബ്ലത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയിരിക്കും കിട്ടുന്നത്. ചില പ്രോബ്ലത്തിൽ 1 ആകാം, ചിലതിൽ 2 ആകാം, അതിൽ കൂടുതലാകാം. ഇവിടെ 3 വന്നു, 4 വരുന്ന പോയിന്റ്സ് പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആ രീതിയിൽ ചെയ്ത് പഠിക്കുക.